ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇന്ത്യയിലെ അതായത് കോൺഗ്രസ് പാർട്ടിയുടെ രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ LOP, അതായത് പ്രതിപക്ഷത്തിൻ്റെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ മല്ലികാർജുന ഖർഗെ. അപ്പം അദ്ദേഹം രാജ്യസഭയിൽ ഉന്നയിക്കുന്നു, അദ്ദേഹം ഉത്തരാഖണ്ഡിൽ ഹൽദ്വാനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാൻ പോകുന്നു. അതായത് UP ബോർഡറായിട്ട് കിടക്കും. പഴയ UP ആണ് ഹൽദ്വാനി, അത് ഉത്തരാഖണ്ഡിലാണ്. ഇപ്പോഴ് ഒരു ഹില്ലുമായിട്ട് അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്, ഈസ്റ്റേൺ UPയുമായിട്ട്. അപ്പം അവിടെ പങ്കെടുക്കാൻ പോകുന്നു അദ്ദേഹം. കാരണം AICC പ്രസിഡന്റ് കൂടിയാണ് ഈ 84 വയസ്സുള്ള മല്ലികാർജുന ഖർഗെ. അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നു. വലിയ ആൾക്കൂട്ടം ഉണ്ടായി. കാരണം ഇപ്പോഴത്തെ പുതിയ പൊളിറ്റിക്കൽ എമേർജൻറ്റ്, അതായത് പോളറൈസേഷനും സംഭവങ്ങളും വലിയ രീതിയിലാണ്. അവിടെ വലിയ രീതിയിലുള്ള ദലിറ്റ്സും അവിടെ കൂടിയിരുന്നു, ഹ്യൂജായിട്ട്. ആ പ്രോഗ്രാം കഴിയുന്നു, അദ്ദേഹം തിരിച്ച് ഡൽഹിയിലെത്തി. എന്നിട്ട് എന്തോ ഉണ്ടായത്, അതായത് അത് കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള BJPയുടെയും ബജ്രാങ് ദളിൻ്റെയും RSSൻ്റെയും നേതാക്കളും പ്രവർത്തകരും എല്ലാം കൂടെ ചേർന്ന് ആ സ്റ്റേജ് ശുദ്ധീകരിക്കുന്നു. മനസ്സിലാക്കണം, ഇത് നടക്കുന്നത് ആർക്കെതിരെയാണ് നടക്കുന്നത്? മല്ലികാർജുന ഖർഗെ. അതായത് ഇന്ത്യൻ പാർലമെന്റിൽ നിന്ന് ഏറ്റവും സീനിയർ അദ്ദേഹമാണ്. കേന്ദ്രമന്ത്രിയായിരുന്നു, അതായത് റെയിൽവേ മന്ത്രിയായിരുന്നു. അദ്ദേഹം കർണാടകയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു, പല പ്രാവശ്യം MLA ആയിട്ടുണ്ട്. അവിടെ ആഭ്യന്തരമന്ത്രിയായിരുന്നു. SM കൃഷ്ണ ചീഫ് മിനിസ്റ്റർ ആയ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹത്തെയാണ് അവഹേളിച്ചിരുന്നത്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ മലയാളിയായ കുതുക്കുന്ന് സുരേഷും ഇത് എൻഡോസ് ചെയ്ത് അദ്ദേഹം എന്തോ ബഹളം ഉണ്ടാക്കി. പെട്ടെന്ന് ഭരണകക്ഷി ട്രഷറി ബെഞ്ചിൽ നിന്നും JP നഡ്ഡ, അദ്ദേഹമാണ് അവരുടെ ഭരണകക്ഷിയുടെ ലീഡർ, അതിനെപ്പറ്റി അന്വേഷിക്കും, പാർട്ടി അന്വേഷിക്കും എന്നൊക്കെ അവിടെ അദ്ദേഹം റിപ്ലൈ കൊടുത്തു. ഇനി നമുക്ക് നോക്കാം, എന്തുകൊണ്ടാണ് ഇൻസ്റ്റൻ്റായിട്ട് മല്ലികാർജുന ഖർഗെക്കെതിരെ ഈ സംഭവം ഉണ്ടാകാനുണ്ടായ കാരണം? എന്തുകൊണ്ടാണ് RSSകാർക്കും BJPക്കും ബജ്രാങ് ദളിന് ഇത്ര സൂഹിക്കാതെ പോയത്? എന്തുകൊണ്ടാണ് ഇപ്പോൾ ജാതി പേരിൽ ഒരു ഗെയിം കളിക്കാനുള്ള അതിൻ്റെ കാരണം എന്താ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇവിടെയാണ് കർണാടക ആഭ്യന്തരമന്ത്രിയെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്, പ്രിയങ്ക് ഖർഗെ. അദ്ദേഹം എടുത്തൊരു തീരുമാനമുണ്ട്, അതൊരു റവല്യൂഷണറി തീരുമാനമാണ്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, കർണാടക എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, സൗത്ത് ഇന്ത്യയിൽ ആദ്യം ഭരണത്തിൽ വരുന്ന BJP ഭരണത്തിൽ വരുന്ന ഒരു സ്റ്റേറ്റ് ആണ് കർണാടക. എഗ്രീഡ്? അതായത് BJPക്ക് വ്യക്തമായിട്ടും RSSനും വ്യക്തമായ സ്വാധീനമുള്ള സ്റ്റേറ്റ്. ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കകത്ത്, അതായത് DK ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ MLAമാരിൽ 20% ഈ പഴയ BJPക്കാരും പഴയ RSSകാരുമാണ്. നിങ്ങൾ മറക്കരുത്, ആ പോയിന്റ് കൃത്യമായ പോയിന്റാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സ്റ്റേറ്റില് പ്രിയങ്ക് ഖാർഗെ എന്ന് പറയുന്ന ദളിത് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു, RSSന്റെ വെടി തീർത്തങ്ങ് കൈ കൊടുത്തു. എന്നിട്ട് ക്യാബിനറ്റ് അപ്രൂവൽ എടുത്തു, അസംബ്ലിയിൽ ബില്ലും പാസ്സാക്കിയെടുത്തു. RSSകാര് ഗവൺമെന്റിന്റെ പ്രോപ്പർട്ടി, അതായത് കർണാടകയിൽ ഏകദേശം 700-800 ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് മറ്റുള്ള പ്രോപ്പർട്ടികളിലും ഇവർ അസംബിൾ ചെയ്ത് ഈ പറയുന്ന RSSന്റെ ശാഖയും പരിപാടികളൊക്കെ നടത്തുക. പ്രിയങ്ക് ഖാർഗെ എടുത്ത തീരുമാനം എന്തുവാ? അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ പോലീസ് പെർമിഷൻ എടുക്കണം. പോലീസ് പെർമിഷൻ, ഇത് 10 പേര് കൂടുന്ന ഒരു സംഭവത്തിന് പോലീസ് പെർമിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഈ സംഘടന രജിസ്റ്റർ ചെയ്യണം. പെട്ടുപോയി. See the game, how the game changed. ഇതിൻ്റെ
അതായത് ഇതിൻ്റെ റിട്ടാലിയേഷൻ, തിരിച്ചടിയാണ് ഈ പറയുന്ന മല്ലികാർജുന ഖർഗെയോട് ഈ ഉത്തരാഖണ്ഡിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം ഇതിൻ്റെ രീതി എന്താണെന്നും എന്താണ് പോകുന്നത്. കാരണം കർണാടകയിൽ ചെയ്യാൻ പറ്റത്തില്ല. കർണാടകയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് വലിയ ചേഞ്ച് ഉണ്ടായി. കർണാടകയിൽ വലിയൊരു വിഭാഗം അവിടുത്തെ ദളിത്, അതായത് അവിടുത്തെ ദളിത് എന്ന് പറഞ്ഞാൽ ഏകദേശം 27-30% വരുന്നുണ്ട്. ഇവർ പല ആൾക്കാരും BJP-ക്കാരായിരുന്നു. ബേസിക്കലി BJP പകുതി ഏറ്റവും കൂടുതൽ കോൺഗ്രസ്, പിന്നെ നല്ലൊരു ഭാഗം BJP-ക്കും വോട്ട് ചെയ്യുന്നവരായിരുന്നു. പക്ഷെ ഇന്ത്യയിലുണ്ടായ പുതിയ പൊളിറ്റിക്കൽ സംഭവങ്ങൾ കാരണം ദളിറ്റ്സിനെതിരെ എങ്ങനെയാണ് BJP-യും RSSും ഇതേപോലെയുള്ള സംഘപരിവാർ പാർട്ടികൾ ചെയ്യുന്നത്, ഇവരിൽ പല ആൾക്കാരും ഈ BJP RSSും അങ്ങ് വിട്ടു. ഇതാണ് അതിൻ്റെ കാര്യം. ഇതിൻ്റെ അടുത്തൊരു കാര്യം പറയാം, അതായത് കൃത്യമായിട്ടറിഞ്ഞ്, കാരണം പ്രിയങ്ക് ഖാർഗെ ഇത് ക്യാബിനറ്റിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഈ പറയുന്ന ചീഫ് മിനിസ്റ്ററായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമല്ലോ ഇതേ പോയിന്റ് വെച്ച്. അപ്പം DK ശിവകുമാറിന് പോലും പേടിയായിരുന്നു RSSനെ പിണക്കാൻ. കാരണം എന്താ, അവിടെയുള്ള പല കോൺഗ്രസ്സുകാരും ജയിക്കുന്നത് ഈ RSSന്റെ സപ്പോർട്ട് കൊണ്ടാവും ഇപ്പോഴും. ഇതാണ് ഇവരൊരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ട് ബേസിക്കലി. അത് അവിടെ മാത്രമൊന്നുമല്ല, BJP എവിടെയൊക്കെ സ്ട്രെങ്തൻഡ് ആണ്, അവിടെയൊക്കെ കോൺഗ്രസ്സുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുമായിട്ടൊരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കൾ ഇന്ന് വരെ RSSനെ തുറന്ന് അറ്റാക്ക് ചെയ്യാത്തത്. ഇതതിൻ്റെ കാര്യം. അപ്പം എന്തുകൊണ്ടാണ് ദളിറ്റ്സ് അറ്റാക്ക് ചെയ്യുന്നത്? കാരണം അവർക്ക് പിടികിട്ടി ഈ RSSന്റെ, അതായത് അവരുടെ ദളിറ്റ്സിൻ്റെയും ബാക്ക്വേർഡ് ക്ലാസിൻ്റെയും ഏറ്റവും വലിയ ശത്രു RSS ആണ്. അത് ഇപ്പോഴത്തെ ആ രീതിയിലാണത് പിടികിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ദളിറ്റ്സ് പതുക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, UP എന്ന് പറയുന്ന ഒരു സമയത്ത് BSP മായാവതിയുടെ കൂടെ നിന്ന് ദളിറ്റ്സ് എല്ലാം കൂടെ BJP-യിലോട്ടങ്ങ് ചാടി. ഇന്ന് ആ ചാടിയ ദളിറ്റ്സ് എല്ലാം തിരിച്ചു കാണാൻ നിൽക്കുക. ഇതാണ് തമാശ എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് പൊളിറ്റിക്സ് മാറുകയാണ്. ഇപ്പോൾ CJP-യുടെ പൊളിറ്റിക്സ്, അതായത് കോക്രോച്ച് ജനതാ പാർട്ടി, അതിനകത്ത് അഭിജിത് ദിഗ്തെ എന്ന് പറയുന്നത് ദളിത്താണ്, ഈ പറയുന്ന അംബേദ്കറൈറ്റ് ആണ്. അതായത് ഇന്ത്യയിലെ ഇന്നത്തെ പുതിയ ദളിത്, അതായത് ജനറേഷൻ ജെൻസി ആണെങ്കിലും അത് ഏകദേശം 18 മുതൽ 30 വയസ്സ് 35 വയസ്സുള്ള ചെറുപ്പക്കാരെ നിങ്ങൾ എടുക്കുക, ദളിത് കമ്മ്യൂണിറ്റിയിൽ എടുക്കുക, ഇവരെല്ലാം അംബേദ്കറൈറ്റ് ആണ്. ഇവരൊരു കാരണവശാലും ഈ പറയുന്ന RSSനെ സംഘപരിവാറിനെ അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതാണ് ഭയങ്കര ചേഞ്ച് ഉണ്ടായേക്കുന്നത്. കഴിഞ്ഞിടയ്ക്കാണ് ഇതുണ്ടായത്. കഴിഞ്ഞിടയ്ക്കാണ് ഇത് വിസിബിളായത്. ഞാൻ ഒരു ക്ലാസിക് ഉദാഹരണം പറയാം. ഞാൻ ഛത്തീസ്ഗഡിൽ പോയിരുന്നു. ഏകദേശം 7, 8, 10 ദിവസം അവിടെ ആയിരുന്നു. ഈ പറയുന്ന ആദിവാസി കമ്മ്യൂണിറ്റിക്കകത്തും അതേപോലെ തന്നെ OBC ആയ സാഹു കമ്മ്യൂണിറ്റി, ദളിത് കമ്മ്യൂണിറ്റിയായിട്ട് ഇഷ്ടം പോലെ ഇൻട്രാക്ഷൻ നടത്തി അവരുടെ വില്ലേജുകളിലൊക്കെ പോയി. അവിടെ കണ്ടൊരു സംഭവമുണ്ട്, അത് മനസ്സിലാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ ചന്ദ്രശേഖർ ആസാദിന്, അതായത് ഭീം ആർമിക്ക് സപ്പോർട്ട് ഉണ്ടായത്? ഭയങ്കര വിസിബിളായി സംഭവം. അതായത് ഭീം ആർമിക്ക് ഛത്തീസ്ഗഡിലെ ആദിവാസികളുടെ ഇടയിലും സാഹു കമ്മ്യൂണിറ്റിയിലും ദളിറ്റ്സിനും ഈ പറയുന്നവരെല്ലാം ക്രിസ്ത്യൻസ് ആണ്, കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ്. ഇതാണ് അതിൻ്റെ പ്രാധാന്യം. അതിൻ്റെ നേതാക്കൾ, ആ ഭാഗത്തുള്ളവരെല്ലാം ഈ ദളിത് ആദിവാസി OBC ആയ സാഹു, അവരാണ് അതിൻ്റെ നേതാക്കൾ. ഇവരെല്ലാം കൺവേർട്ടഡാണ്. അതുകൊണ്ടാണ് അതിന് പെട്ടെന്നൊരു പൊളിറ്റിക്കൽ ഇമേജ്, അതായത് ഭയങ്കര സപ്പോർട്ട് ആ കമ്മ്യൂണിറ്റിക്ക് അത് കയറി വന്നു. അതിനെയാണ് ഇവിടെ RSS ഭയങ്കരമായിട്ട് പേടിക്കുന്നത്. കാരണം ഈ ചന്ദ്രശേഖർ ആസാദിന് ഭയങ്കര മാസീവായിട്ട് ചെറുപ്പക്കാരുടെ പിന്തുണയുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിക്ക് അത് വലിയ പിന്തുണയാണ് കിട്ടിയിരിക്കുന്നത്. ഹ്യൂജ് മാസീവായിട്ടുള്ള പിന്തുണ. അത് ഡൽഹിയിലും ഉണ്ടതോ അതുപോലെ, UPയിൽ അതേപോലെ മായാവതിയുടെ ഇരട്ടിയായിട്ട് കയറി വരികയാണ്. ചെറിയ കയറ്റമല്ല. അതുകൊണ്ടാണ് RSS ഏറ്റവും ശക്തമായിട്ട് അയാൾക്കെതിരെ നിൽക്കുന്നത്. ഇപ്പോൾ പ്രിയങ്ക് ഖർഗെ എന്ന് പറയുന്ന സംഭവം എമേർജിങ് ലീഡറാണ്. അടുത്ത് ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന്, സൗത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഒരു എമേർജിങ് ലീഡറാണ്. RSSനെയാണ് ചലഞ്ച് ചെയ്തത്.
അത് ബാൻ ചെയ്യുന്നതിന് തുല്യമാണ് ആ സ്റ്റേറ്റിൽ. അവരുടെ പരിപാടി നടത്താൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് പ്രോപ്പർട്ടി കൊടുക്കത്തില്ല. ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾ അത് കൊടുക്കത്തില്ല, അതിനും പെർമിഷൻ എടുക്കണം. ഇവർക്ക് എങ്ങനെ പെർമിഷൻ എടുക്കാൻ പറ്റും? പെർമിഷൻ എടുക്കണമെങ്കിൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ വേണം. അതായത് അക്ഷരാർത്ഥത്തിൽ ബാൻ ചെയ്തു എന്നാ ചെയ്തില്ല, എന്നാ സംഭവങ്ങൾ നടക്കുമോ നടക്കത്തുമില്ല. ഇത് ഉണ്ടായ സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മല്ലികാർജുന ഖർഗെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പം ഈ കർണാടകയിൽ ഉണ്ടായ സംഭവം ഇത് ഗ്രാജുവലായിട്ട് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ഇംപ്ലിമെൻ്റ് ചെയ്യും. കാരണം ഇവർ ഈ സംഭവങ്ങൾ നടത്തുമെങ്കിൽ പെർമിഷൻ എടുക്കണം. ഗ്രാജുവലായിട്ട് ഇത് ഹിമാചൽ പ്രദേശിലും ഉണ്ടാകും. പിന്നീട് ഈ പറയുന്ന നോൺ BJP പല സ്റ്റേറ്റുകളുണ്ട്, അവരും ഇത് ഫോളോ ചെയ്യേണ്ടി വരും. കാരണം അതേപോലെയാണ് ദളിത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ എമേർജ് ചെയ്യുന്നത്, വലിയ രീതിയിൽ എമേർജ് ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലൊക്കെ ഭയങ്കരമായിട്ട് ഇത് എമേർജ് ചെയ്യുന്നത് ദളിത് മൂവ്മെൻ്റാണ്. ബേസിക്കലി BJPയുടെ RSSൻ്റെ വെടി തീർക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് എമേർജിങ് ലീഡറായിട്ട് ഈ അഭിജിത്ത് ദീപ്തിയൊക്കെ കയറി വന്നിരിക്കുന്നത്. കാരണം അവർക്കൊരു ചെറുപ്പക്കാരൻ ലീഡർ ഉണ്ടായി. അതൊരു ചെറിയ പോയിന്റ് അല്ല, അതിന് ഭയങ്കരമായിട്ട് നമ്മൾ കീ ആയിട്ട് അതിന് ഭയങ്കര ഗെയിമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പം CNN ഇന്നലെ, അതായത് CNN ഗ്ലോബലായിട്ട് അറിയപ്പെടുന്ന ഒരു ചാനലാണ്, ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ചാനലാണ്. ഇന്ത്യൻ മീഡിയ പോലൊന്നുമല്ല CNN, അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. CNN എന്ന് പറഞ്ഞാൽ ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്, അമേരിക്കയിൽ മാത്രമല്ല ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. CNN അകത്ത് ക്രിസ്റ്റീൻ അമൻപോർ എന്ന് പറയുന്ന അവരുടെ ഒരു ഷോയുണ്ട്. അതിനകത്ത് അവർ പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത് അഭിജിത്ത് ദീപ്തയാണ്. അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും, അതായത് നരേന്ദ്രമോദിയെ പോലും 12 വർഷമായിട്ട് അവർ പ്രൊഫൈൽ ചെയ്തിട്ടില്ല. അതാണ് അതിൻ്റെ കീ പോയിന്റ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കഴിഞ്ഞ 12 വർഷമായിട്ട് പോലും, അദ്ദേഹം പീക്കായിട്ട് കയറി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് പോലും ന്യൂയോർക്ക് ടൈംസ് ഇന്നും അവർ പ്രൊഫൈൽ ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ദ ഗാർഡിയൻ, ഇംഗ്ലണ്ട് ബേസ്ഡ് ന്യൂസ് പേപ്പറാണ്, വലിയ ഭയങ്കരമായിട്ട് ഹൈലി റെസ്പെക്റ്റഡ് ആണ്. അവർ പോലും ഈ അഭിജിത്ത് ദീപ്തെ അയാളെ പ്രൊഫൈൽ ചെയ്തു. അയാളുടെ വെൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുത്ത ആരാണ്, എന്താണ്, ഇവിടെ നിന്ന് പഠിച്ചത്. അതേപോലെ തന്നെ ടെലഗ്രാഫ് അവർ ചെയ്തു. ഗ്ലോബലായിട്ടുള്ള എല്ലാ ന്യൂസ് പേപ്പേഴ്സും മീഡിയ ഹൗസും ഇൻക്ലൂഡിങ് BBC, DW ഫ്രാൻസ്, DW ജർമ്മനി, ഫ്രാൻസ് 24, അസോസിയേറ്റഡ് പ്രസ്, റൈറ്റേഴ്സ്, അതായത് ഇന്റർനാഷണൽ വയർ ഏജൻസി, ആക്സിയോസ്, ഇവരെല്ലാം ഇതെടുത്ത് ഈ അഭിജിത്ത് ദീപ്തെ എടുത്ത് പ്രൊഫൈൽ ചെയ്തു. CJPയെ പ്രൊഫൈൽ ചെയ്തു മാസീവായിട്ട്. ഇവിടെ ഒന്നും നമ്മുടെ പ്രധാനമന്ത്രി അടുത്തുപോലും എത്തുന്നില്ല. ഇത് ഈ RSS, ഈ പറയുന്ന BJPക്കും RSSനും ഇവർക്കറിയാം ഇത് കൈവിട്ടു പോകുന്ന ഗെയിമാണ്. അതാ ഭയന്നിരിക്കുകയാണ് ഈ സംഭവം. അവിടെയാണ് പ്രിയങ്ക് ഖാർഗെ വെച്ചനത്തി കൊടുത്തത്. അതാണ് പറഞ്ഞത്. പ്രിയങ്ക് ഖാർഗെ ഈ കേൾക്കുന്ന പല മലയാളികളുണ്ട്, ബാംഗ്ലൂരിലുള്ളതുകൊണ്ട് മറ്റു പല മലയാളികളുണ്ട്. അയാളെ കൺഗ്രാജുലേറ്റ് ചെയ്യണം. ആ ധൈര്യം അയാളെ കാണിച്ചിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇന്ന് വരെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഈ ധൈര്യം കാണിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കുക. അപ്പം അയാൾ ചെയ്ത ധൈര്യം അത് ഇന്ത്യയിൽ വലിയ മാറ്റം ഉണ്ടാകാൻ പോവുകയാണ്. അതയാളുടെ തലയ്ക്കാണ് അടി കൊടുത്തിരിക്കുന്ന RSSന്. ഇനി ആ സാധനം അവിടെ കയറാൻ പറ്റത്തില്ല. ഇതാണ് ചേഞ്ച് എന്ന് പറയുന്നത്. അതാണ് CJP കൊണ്ടുവന്ന വലിയ ചേഞ്ച് എന്ന് പറയുന്നത്. ഗ്ലോബലായിട്ട് അറ്റൻഷൻ കിട്ടി. ഇത് ഫർദർ കണ്ടിന്യൂ ചെയ്യും. ഈ പറയുന്ന സംഘപരിവാറിൻ്റെ എല്ലാ ഗെയിമുകളും പൊളിച്ചെടുക്കാൻ വേണ്ടി ലീഡേഴ്സ് വരികയാണ്, എമർജിങ് ലീഡേഴ്സ്. അതാണ് മനോഹരമായ പൊളിറ്റിക്കൽ, അതായത് ട്വിസ്റ്റിംഗ് എന്ന് പറയുന്ന ഇന്ത്യൻ പൊളിറ്റിക്സിൽ കാണാൻ പോകുന്ന അതിമനോഹരമായ കാഴ്ചകൾ.